Prime Minister Modi brought us a gift, a very, very good toffee. Melody. കുട്ടിക്കാലത്തെ സുഹൃത്തിന്, കുട്ടിക്കാലത്തെ ഒരു ക്രഷിന് ഒക്കെ കുറച്ചുകൂടി പ്രായം അങ്ങോട്ട് ചെല്ലുമ്പോൾ അന്നത്തെ കാലത്തെ ഓർമ്മ സൂചിപ്പിക്കുന്ന നാരങ്ങ മിഠായി അല്ലെങ്കിൽ ചോക്ലേറ്റ്, ചെമ്പകപ്പൂവ് ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് കാമുകന്മാർ നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാമുകഭാവത്തിലൊന്നും നിർത്തുകയല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രഷാണ് ഇറ്റലി പ്രധാനമന്ത്രി മെലോനി എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം വളരെ സന്തോഷത്തോടു കൂടിയാണ് പലപ്പോഴും കണ്ടിരുന്നിട്ടുള്ളത്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചിത്രം, മെലോനി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ തന്നെയുള്ള രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ, പരസ്പരമുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഒരു കൗതുകത്തോടെ തന്നെയാണ് വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേജിൽ പ്രതീക്ഷിച്ചിരുന്നു. രാവിലെ നോക്കുമ്പോൾ വളരെ മനോഹരമായ മെലോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടു. അത് കാണുമ്പോൾ അതുപോലെ തന്നെ സന്തോഷം തോന്നി. രണ്ടുപേരും എന്താ പറയുക, അവരുടെ സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്നും കാണാൻ സാധിക്കില്ല, പക്ഷെ വല്ലപ്പോഴുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. കാണുമ്പോൾ ഹൃദയം തുറന്ന് നമ്മൾ നമ്മുടെ സന്തോഷവും അവരുമായിട്ടുള്ള അവരോടുള്ള ആ ഒരു പ്രസൻസും ഒക്കെ, അവരോടൊപ്പമുള്ള ആ നിമിഷമൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയുമൊക്കെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു മൊമെന്റ്സ് ആണ് നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചകളിൽ പലപ്പോഴും തോന്നുന്നത്. ഇത്തവണ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ഗിഫ്റ്റും കൊണ്ടാണ് ചെന്നത്. ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയേണ്ടത്. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പരസ്യങ്ങളിലൂടെയും കണ്ടിട്ടുള്ളതും അതുപോലെ നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളതുമായ മെലോഡിയുടെ കോഫി ചോക്ലേറ്റ്, മെലോഡി കോഫി ചോക്ലേറ്റ് എന്ന് പറയാൻ അദ്ദേഹം ആ ഗിഫ്റ്റ് സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. മോദി മെലോനി ഇവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു വേർഡ് മെലോഡി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെലഡി എന്നുള്ള ആ ഒരു ചോക്ലേറ്റ് പാക്കറ്റാണ് അദ്ദേഹം ഗിഫ്റ്റുമായി കൊണ്ടുപോയത്. ആ ഗിഫ്റ്റ് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കാണിച്ച് മെലോനി പറയുന്ന ഒരു ദൃശ്യം വൈറലാകുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോഫി കൊണ്ടുവന്നു, മെലോഡി എന്ന് പറഞ്ഞിട്ട് മെലഡിയുടെ പാക്കറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷങ്ങൾ, ഒരു സൗഹൃദം. അത് രണ്ട് ലോക നായകർ തമ്മിലുള്ള രണ്ട് രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം, വളരെ മനോഹരമായ സൗഹൃദം. മോദിയായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മെലോനിയുടെ ആ ഒരു മനസ്സ് നമുക്കവിടെ ആ ഒരു അവരുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ കാണാൻ സാധിക്കും. വളരെ ഹൃദയം തുറന്ന് മോദി പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. എന്തായാലും മനോഹരമായ സൗഹൃദമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഉഭയകക്ഷി ബന്ധത്തിലും ഈ സൗഹൃദം പ്രതിഫലിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം കളർഫുള്ളാക്കി നിർത്തുന്നത്. നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് മെലോനിയുമായിട്ടുള്ള ഈ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷങ്ങൾ, നിമിഷങ്ങൾ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നിന്ന്, അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്ന്, അദ്ദേഹം പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാം. മനോഹരമായിരിക്കട്ടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും ഈ ഒരു സൗഹൃദത്തിൻ്റെ നിമിഷങ്ങൾ കണ്ട് നമുക്കും സന്തോഷിക്കാം. ജസ്റ്റ് ഗവൺമെൻറ്റ്സ്.